Welcome to Samskriti Online English class. I am Hemant. Today we are discussing the second lesson of the 10th standard English textbook, The Snake and the Mirror. 10th ക്ലാസ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള ദ സ്നേക്ക് ആൻഡ് ദ മിററിനെ പറ്റിയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. ആദ്യം ഇതിൻ്റെ ഓതറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. The Snake and the Mirror is a short story was written by Vaikom Muhammad Bashir, fondly known as ബേപ്പൂർ സുൽത്താൻ. ബേപ്പൂർ സുൽത്താൻ എന്ന വിശേഷണമുള്ള മലയാളത്തിലെ എക്കാലത്തെയും മികച്ച എഴുത്തുകാരനാണ് ബഷീർ. പച്ചയായ മലയാളത്തിൽ ചിരിയും ചിന്തയും കലർത്തി വായനക്കാരൻ്റെ മനസ്സിനെ സ്പർശിക്കുന്ന ആഖ്യാന രീതിയാണ് ബഷീറിൻ്റേത്. നാട്ടിൻപുറത്തെ ജീവിതവും തീക്ഷ്ണമായ അനുഭവങ്ങളും നർമ്മമുഹൂർത്തങ്ങളും കോർത്തിണക്കി ബഷീർ തൻ്റെ രചനകളെ അനശ്വരമാക്കി. ബാല്യകാലസഖി, പ്രേമലേഖനം, പാത്തുമ്മയുടെ ആട്, ആനപ്പൂട, ആനവാരിയും പൊൻകുരിശും, മിണ്ടുപ്പുപ്പ, കുരാനുണ്ടാർന്ന്, ശബ്ദങ്ങൾ, നിഴലുകൾ, മതിലുകൾ തുടങ്ങി എണ്ണം പറഞ്ഞ എത്രയോ മനോഹരമായ സാഹിത്യ സൃഷ്ടികൾ മലയാള ഭാഷയ്ക്ക് സംഭാവന ചെയ്ത അതുല്യ പ്രതിഭയാണ് വൈക്കം മുഹമ്മദ് ബഷീർ. നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ചെറിയ ബോക്സിൽ ബഷീർ ദ സുൽത്താൻ ഓഫ് സ്റ്റോറീസ് ഈസ് എ ട്രൂ ലവർ ഓഫ് നേച്ചർ. അത് നമ്മുടെ ബഷീർ സുൽത്താൻ ഓഫ് സ്റ്റോറീസ്, കഥകളുടെ സുൽത്താൻ എന്നറിയപ്പെടുന്ന നമ്മുടെ ബഷീർ ഒരു തികഞ്ഞ പ്രകൃതി സ്നേഹിയാണ്. അതുകൊണ്ട് തന്നെ ഹീ ഹൈലൈറ്റ്സ് ദ ബ്ലെൻഡ് ഓഫ് ഓൾ ക്രീച്ചേഴ്സ് ആൻഡ് നേച്ചർ ഇൻ ഹീ സ്റ്റോറീസ്. ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ കഥകളിലൊക്കെയും അദ്ദേഹം ഹൈലൈറ്റ് കാണിക്കുന്നത് നമ്മുടെ ഈ പറഞ്ഞ പ്രകൃതിയും പ്രകൃതിയിലെ എല്ലാ ക്രീച്ചേഴ്സ്, എല്ലാ ജീവജാലങ്ങളും തമ്മിലുള്ള ഒരു ബ്ലെൻഡ്, ആ കൂടിക്കലർന്ന ആ ഒരു ബന്ധം, ആ ബന്ധമൊക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ കഥകളിൽ കാണാൻ കഴിയുന്നവയാണ്. അതുകൂടാതെ ദ സ്റ്റോറീസ് ഇവോക്ക് ഹ്യൂമർ ആൻഡ് സർക്കാസം. അദ്ദേഹത്തിൻ്റെ കഥകൾ ഇവോക്ക് ചെയ്യുന്നുണ്ട്, ഉണർത്തുന്നുണ്ട്. എന്ത്? ഹ്യൂമറും സർക്കാസവും. ഹ്യൂമർ എന്ന് പറയുമ്പോൾ ഹാസ്യം, സർക്കാസം എന്ന് പറയുമ്പോൾ ആക്ഷേപഹാസ്യം. ആക്ഷേപഹാസ്യം എന്ന് പറഞ്ഞാൽ കളിയാക്കലിലൂടെയൊക്കെ ഉണ്ടാകുന്ന ഒരു ഹാസ്യം. അങ്ങനെ ഹ്യൂമറും സർക്കാസം ഓൺ ദി ഫോളീസ് ഓഫ് മാൻ, മനുഷ്യൻ്റെ പിഴവുകളിൽ നിന്നും മനുഷ്യൻ്റെ തെറ്റുകളിൽ നിന്നും ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഹാസ്യവും ആക്ഷേപഹാസ്യവും ഒക്കെ അദ്ദേഹത്തിൻ്റെ കഥകൾ ഇവോക്ക് ചെയ്യുന്നുണ്ട്. സോ he became one of the most celebrated writers in Malayalam literature. Now we are going to read another interesting story of Bashir, The Snake and the Mirror. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. Has a snake ever coiled itself round any part of your body? A full-blooded cobra. ആ ഒരു ചോദ്യത്തിലാണ് ഈ കഥ ആരംഭിക്കുന്നത്. ആ ചോദ്യം എന്താണ്? Has a snake ever coiled itself round any part of your body? നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു പാമ്പ് ഇങ്ങനെ ചുറ്റിപ്പിണഞ്ഞിട്ടുണ്ടോ? ഈ കോയിൽ ചെയ്യുക എന്നർത്ഥം ചുരുളുക, ചുറ്റുക എന്നൊക്കെയാണ്. നിങ്ങളുടെ ബോഡിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ പാമ്പ് ഇങ്ങനെ ചുറ്റിപ്പിണഞ്ഞ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? സാധാ പാമ്പാണോ? അല്ല, എ ഫുൾ ബ്ലഡഡ് കോബ്ര. എങ്ങനെയുള്ള പാമ്പാണ്? നല്ല ആരോഗ്യമായിട്ടുള്ള, നല്ല വളർച്ചയെത്തിയ, ഫുൾ ബ്ലഡഡ്, നല്ല വിഗറസ് ആയിട്ടുള്ള, ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു കോബ്ര. ഒരു കോബ്ര അങ്ങനെ നിങ്ങളുടെ ബോഡിയിൽ ഇങ്ങനെ ചുറ്റിപ്പിണഞ്ഞിട്ടുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു. All of us fell silent. ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ ഈ കേട്ടുകൊണ്ടിരുന്ന all of us എന്ന് പറയുമ്പോൾ അതിൽ ബഷീറും ഉൾപ്പെടും. ബഷീർ ഉൾപ്പെടുന്ന ആ കേട്ടുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാം സൈലൻ്റ് ആയിപ്പോയി. ഇനി ആരാ ആ ചോദ്യം ചോദിക്കുന്നത്? ദ ക്വസ്റ്റ്യൻ കെയിം ഫ്രം ദ ഹോമിയോപ്പത്ത്. ആ ഒരു ഹോമിയോപ്പതാണ് ആ ചോദ്യം ചോദിക്കുന്നത്. ഹോമിയോപ്പത്ത് എന്ന് പറയുമ്പോൾ എ പേഴ്സൺ ഹു ട്രീറ്റ്സ് ഇൽനെസ് യൂസിങ് ഹോമിയോപ്പത്തിക് മെത്തേഡ്സ്. ഈ ഹോമിയോപ്പതി ഉപയോഗിച്ച് ചികിത്സിക്കുന്ന ഡോക്ടർ, അതാണ് ഹോമിയോപ്പത്. ഹോമിയോപ്പത് ഡോക്ടർ എന്ന പ്രയോഗം തെറ്റാണ്. ഹോമിയോപ്പത് എന്ന് പറഞ്ഞാൽ മതി. ഹോമിയോപ്പതിന് ശേഷം പിന്നെ ഡോക്ടർ എന്ന് ചേർക്കേണ്ടതില്ല. ഹോമിയോപ്പതി ഉപയോഗിച്ച് ചികിത്സിക്കുന്ന ഡോക്ടറെയാണ് നമ്മൾ ഹോമിയോപ്പത് എന്ന് പറയുന്നത്. അപ്പോൾ ഹോമിയോപ്പതാണ് ഈ പറയുന്ന ചോദ്യം ചോദിച്ചത്. ഇതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ ബഷീർ നമുക്കൊരു ഹോമിയോപ്പതിനെ പരിചയപ്പെടുത്തുകയാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ബഷീർ ഇൻട്രൊഡ്യൂസിങ് എ ഹോമിയോപ്പത്ത്. അതിനുശേഷം ഇതിൻ്റെ സെക്കൻഡ് പാരഗ്രാഫ് മുതൽ ഹോമിയോപ്പത് തൻ്റെ ലൈഫിൽ നടന്ന ഒരു എക്സ്പീരിയൻസ് പറയുന്ന രീതിയിലാണ് കഥ പുരോഗമിക്കുന്നത്. ഫസ്റ്റ് പാരഗ്രാഫിൽ മാത്രം ഒരു തേർഡ് പേഴ്സൺ നരേഷനിൽ ബഷീർ ഹോമിയോപ്പതിനെ നമുക്ക് വായനക്കാർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് ഹോമിയോപ്പത് കഥ പറയുന്ന രീതിയിലേക്ക് പോകും. ദ ടോപ്പിക് കെയിം അപ്പ് വെൻ വി വേ ഡിസ്കസിങ് സ്നേക്ക്. ഈ പറയുന്ന ഈ ചോദ്യം വന്നത് ബഷീർ ഉൾപ്പെടുന്ന ഇവരെല്ലാം ഇരുന്ന് പാമ്പുകളെ പറ്റി സംസാരിക്കുകയായിരുന്നു, ഡിസ്കസ് ചെയ്യുന്ന വേളയിലാണ് ഈ ചോദ്യം ഇങ്ങനെ ഉരുത്തിരിഞ്ഞു വരുന്നത്. വി ലിസൺഡ് അറ്റൻറ്റീവ്ലി ആസ് എ ഡോക്ടർ കണ്ടിന്യൂഡ് വിത്ത് എ ടെയിൽ. അപ്പോൾ ഈ ഡോക്ടർ പറയുന്ന കാര്യം നമ്മൾ ലിസൺ ചെയ്യുകയാണ്, ശ്രദ്ധിക്കുകയാണ്. എങ്ങനെ? അറ്റൻറ്റീവ്ലി എന്ന് പറഞ്ഞാൽ നല്ല കെയർഫുള്ളായിട്ട്, നല്ല സൂക്ഷ്മതയോടെ ആ കഥ ഇങ്ങനെ കേൾക്കുകയാണ്. ആസ് എ ഡോക്ടർ കണ്ടിന്യൂഡ് വിത്ത് എ ടെയിൽ. ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ആ ഒരു കഥ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന വേളയിൽ ബഷീർ ഉൾപ്പെടുന്ന അവിടെ ഇരുന്ന എല്ലാവരും ആ കഥ ഇങ്ങനെ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയാണ്. ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ് അബൌട്ട് 10 o'clock. കഥ ആരംഭിക്കുകയാണ്. ഒരു വേനൽക്കാല രാത്രി, നല്ല ചൂടുള്ള ഒരു വേനൽക്കാല രാത്രി, ഏകദേശം ഒരു 10 മണിയായി കാണും.
ഐ ഹാഡ് മൈ മീൽ അറ്റ് ദ റെസ്റ്റോറൻറ്റ് ആൻഡ് റിട്ടേൺ ടു മൈ റൂം. ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഐ ഹാഡ് മൈ മീൽ മീൻ ഐ ഏറ്റ് മൈ മീൽ. രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് റിട്ടേൺ ടു മൈ റൂമിലേക്ക് തിരിച്ച് റൂമിലേക്ക് വന്ന് കയറി. ഐ ഹേർഡ് എ നോയ്സ് ഫ്രം എബോവ് ആസ് ഐ ഓപ്പൺ ദ ഡോർ. റൂമിലേക്ക് വന്ന് കയറി ആ റൂമിൻ്റെ ഡോറിങ്ങനെ തുറക്കുന്ന സമയത്ത് മുകളിൽ നിന്നായിട്ടൊരു ശബ്ദം കേട്ടു. ഹേർഡ് ഫ്രം എബോവ്, മുകളിൽ നിന്നായിട്ടൊരു നോയ്സ് കേട്ടു. എപ്പോഴാണ് ആ ഡോറ് വന്നിങ്ങനെ തുറക്കുമ്പോഴാണ് മുകളിൽ നിന്ന് ആ ശബ്ദം കേൾക്കുന്നത്. ദ സൗണ്ട് വാസ് എ ഫെമിലിയർ വൺ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സൗണ്ട് അത്രയ്ക്ക് പരിചയമില്ലാത്ത സൗണ്ടല്ല, അപരിചിതമായ സൗണ്ടല്ല. പിന്നെ ഇത് ഞാൻ എപ്പോഴും കേൾക്കാറുള്ള, ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുള്ള, എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു സൗണ്ട് തന്നെയാണത്. ഞാൻ ഈ തുറന്നപ്പോൾ കേട്ട ശബ്ദം. വൺ കുഡ് സേ ദാറ്റ് റാറ്റ്സ് ആൻഡ് ഐ ഷെയർഡ് ദ റൂം. വൺ കുഡ് സേ എന്ന് പറയുന്നത് ആർക്കും പറയാം. ഒന്നൊരു ഇൻഡെഫിനിറ്റ് പ്രൊണൗൺ ആണ്, ആർക്കും പറയാമെന്നർത്ഥം. വൺ കുഡ് സേ, ആർക്കും പറയാൻ കഴിയും. എന്തെന്നും, ദ റാറ്റ്സ് ആൻഡ് ഐ ഷെയർഡ് ദ റൂം. എലികളും ഞാനും തമ്മിലാണ് റൂം ഷെയർ ചെയ്യുന്നതെന്ന് ആർക്കും പറയാം. കണ്ടു നിൽക്കുന്ന ആർക്കും തോന്നും ഞാനും ഈ പറയുന്ന എലികളും കൂടെയാണ് ഈ റൂം ഷെയർ ചെയ്യുന്നത്. വിച്ച് മീൻ റാറ്റ്സ് വെർ മൈ റൂംമേറ്റ്സ്. എൻ്റെ റൂംമേറ്റ്സുകളായിരുന്നു റാറ്റ്സ് എന്ന് ആർക്കും പറയാൻ കഴിയും. അത്തരത്തിലുള്ളൊരു സാഹചര്യമാണ് അവിടെ മൊത്തം എലികളാണെന്നുള്ളതിൻ്റെ അർത്ഥം. ഐ ടുക്ക് ഔട്ട് മൈ ബോക്സ് ഓഫ് മാച്ചസ് ആൻഡ് ലൈറ്റ് ദ കെറോസിൻ ലാമ്പ് ഓൺ ദ ടേബിൾ. ഞാൻ എന്ത് ചെയ്തു? ഐ ടുക്ക് ഔട്ട് മൈ ബോക്സ് ഓഫ് മാച്ചസ് മീൻ മാച്ച് ബോക്സ്, തീപ്പെട്ടി ഇങ്ങനെ എടുത്തു. ഐ ടുക്ക് ഔട്ട് മൈ മാച്ച് ബോക്സ്, ആ മാച്ച് ബോക്സ് തീപ്പെട്ടി കൂടി ഇങ്ങനെ എടുത്തു. ആൻഡ് ലൈറ്റ് ദ കെറോസിൻ ലാമ്പ് ഓൺ ദ ടേബിളിൻ്റെ മുകളിലായിരുന്ന ആ കെറോസിൻ ലാമ്പ് വെച്ച് ഇങ്ങനെ കത്തിച്ചു. മണ്ണെണ്ണ വിളക്കുണ്ടായിരുന്നു ടേബിളിൻ്റെ മുകളിൽ. ആ ടേബിളിൻ്റെ മുകളിൽ വരുന്ന മണ്ണെണ്ണ വിളക്ക് ഞാനിങ്ങനെ കത്തിച്ചു. മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു എന്ന് പറയുമ്പോൾ ആലോചിക്കും, ഒന്നുകിൽ ആ വീട്ടിൽ കറണ്ട് ഇല്ല, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന കറണ്ട് ചിലപ്പോൾ പോയിട്ടുണ്ടാകാം. കറണ്ട് ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു. ലൈറ്റഡ് മീൻ കത്തിക്കുക. ലിറ്റ് എന്നും പറയും, ലൈറ്റഡ് എന്നും പറയും. ലൈറ്റഡ് കത്തിച്ചു, ആ വിളക്കിങ്ങനെ കത്തിച്ചു. ദ ഹൗസ് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഇല്ല, വൈദ്യുതീകരിച്ചൊരു റൂമല്ല അത്. ഇറ്റ് വാസ് എ സ്മോൾ റെൻറ്റഡ് റൂം. ചെറിയ ഒരു വാടക വീടാണത്. വളരെ തുച്ഛമായ വാടക കൊടുക്കുന്ന വളരെ ചെറിയ ഒരു റൂമാണത്. വീടെന്ന് പറയാൻ പറ്റിയ ഒരു ചെറിയ റൂം, അത്രയേ ഉള്ളൂ. ഐ ഹാഡ് ജസ്റ്റ് സെറ്റ് അപ്പ് മൈ മെഡിക്കൽ പ്രാക്ടീസ് ആൻഡ് മൈ ഏണിങ്സ് വെർ മീഗർ. ഞാൻ വളരെ യങ്ങാണ്. ഇപ്പോൾ എൻ്റെ മെഡിക്കൽ പ്രാക്ടീസ് ആരംഭിച്ചിട്ടേ ഉള്ളൂ. ചെറിയ പ്രായമാണ്, ചെറിയ രീതിയിൽ എൻ്റെ മെഡിക്കൽ പ്രാക്ടീസൊക്കെ ആരംഭിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മൈ ഏണിങ്സ്, എൻ്റെ സമ്പാദ്യങ്ങൾ, ഏണിങ്സ് മീൻ സമ്പാദ്യങ്ങളൊക്കെ വളരെ മീഗറാണ്. എന്താണ് മീഗർ എന്ന് പറഞ്ഞാൽ? ലാക്കിംഗ് ഇൻ ക്വാണ്ടിറ്റി ഓർ ക്വാളിറ്റി. വളരെ തുച്ഛമായിരുന്നു. എൻ്റെ കയ്യിലുള്ള സമ്പാദ്യങ്ങളൊക്കെയും വളരെ തുച്ഛമായിരുന്നു. മീഗറായിരുന്നു മീൻ വളരെ തുച്ഛമായിരുന്നു. സമ്പാദ്യങ്ങളൊക്കെ വളരെ തുച്ഛമായിരുന്നു, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. കാരണം ആ സമയത്ത് പ്രാക്ടീസ് ആരംഭിച്ചിട്ടേ ഉള്ളായിരുന്നു. ഐ ഹാഡ് അബൌട്ട് 60 rupees ഇൻ മൈ സ്യൂട്ട് കേസ്. എൻ്റെ സ്യൂട്ട് കേസ് പരിശോധിച്ച് നോക്കിയാൽ അന്ന് 60 രൂപയാണ് ഉണ്ടായിരുന്നത്. ആകെ 60 രൂപയെ ആ കയ്യിൽ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയോ എലോങ് വിത്ത് സം ഷർട്ട്സ് ആൻഡ് ധോത്തീസ്. കൂടെ കുറച്ച് ഷർട്ട്സും പിന്നെ കുറച്ച് ധോത്തീസും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ അപ്പോൾ മെഡിക്കൽ പ്രാക്ടീസ് ആരംഭിച്ചതേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുള്ള സമ്പാദ്യങ്ങളൊക്കെ വളരെ തുച്ഛമായിരുന്നു. 60 രൂപയാണ് ആകെ സ്യൂട്ട് കേസിലുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ഷർട്ട്സും കുറച്ച് മുണ്ടും ഉണ്ടായിരുന്നു, അത്രേ ഉള്ളായിരുന്നു. ഐ ആൾസോ പൊസസ്ഡ് വൺ സോളിറ്ററി ബ്ലാക്ക് കോട്ട് വിച്ച് ഐ വാസ് ദെൻ വിയറിങ്. പിന്നെ എന്താണ്? ഐ ആൾസോ പൊസസ്ഡ്, പിന്നെ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നു എന്ത്? ഓൺ സോളിറ്ററി ബ്ലാക്ക് കോട്ട്. സോളിറ്ററി ബ്ലാക്ക് കോട്ട് എന്ന് പറഞ്ഞാൽ ഏകാന്തമായൊരു ബ്ലാക്ക് കോട്ട്. അതെന്താണ് ഏകാന്തമായ ബ്ലാക്ക് കോട്ട്? അതൊരു ബഷീർ ശൈലിയാണ്. ഏകാന്തമായ ബ്ലാക്ക് കോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ആകെ ഒരേ ഒരു ബ്ലാക്ക് കോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഹി ഹാഡ് ഓൺലി വൺ ബ്ലാക്ക് കോട്ട്. അതാണ് ഏകാന്തത എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. ഒരൊറ്റ ബ്ലാക്ക് കോട്ടേ ഉണ്ടായിരുന്നുള്ളൂ, വിച്ച് ഐ വാസ് ദെൻ വിയറിങ്. ആ സമയത്ത് ഞാൻ ആ ബ്ലാക്ക് കോട്ടായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ ആകെ ഉള്ളത് 60 രൂപ സ്യൂട്ട് കേസിൽ, പിന്നെ കുറച്ച് ഷർട്ട്സും കുറച്ച് ധോത്തീസും, പിന്നെ ആകെയുള്ള ഒരു ബ്ലാക്ക് കോട്ടും. ഇത്രയാണ് ആകെ സമ്പാദ്യമായത് അതിൻ്റെ കയ്യിൽ ഇപ്പോൾ സാധനങ്ങളെന്ന് പറയാനുള്ളത്. ഐ ടുക്ക് ഓഫ് മൈ ബ്ലാക്ക് കോട്ട്, വൈറ്റ് ഷർട്ട് ആൻഡ് നോട്ട് സോ വൈറ്റ് വെസ്റ്റ് ആൻഡ് ഐ ഹങ് ദം അപ്പ്. ഞാൻ എൻ്റെ ബ്ലാക്ക് കോട്ട്, പിന്നെ വൈറ്റ് ഷർട്ട്, വെളുത്ത ഷർട്ട്, ആൻഡ് നോട്ട് സോ വൈറ്റ് വെസ്റ്റ്, അത്ര കണ്ടങ്ങ് വെണ്മയില്ലാത്ത വെളുത്തതായിട്ടില്ലാത്ത വെസ്റ്റ് എന്ന് പറഞ്ഞാൽ അണ്ടർ ഷർട്ട്, നമ്മുടെ ബനിയൻ എന്നൊക്കെ പറയില്ലേ, അതാണ്. അപ്പോൾ ഈ പറയുന്ന ബ്ലാക്ക് കോട്ടും വൈറ്റ് ഷർട്ടും ഉള്ളിലിടുന്ന അത്ര വെണ്മയില്ലാത്ത ബനിയനും ടുക്ക് ഓഫ് ചെയ്ത് ഊരി, എന്നിട്ടോ ഹാങ് ദം അപ്പ്, അതിങ്ങനെ തൂക്കിയിട്ടു. നമ്മൾ അയയിലോ അശയിലോ ഇപ്പോൾ ഹാങ്ങറിലോ ഒക്കെ തൂക്കിയിടില്ല, അതുപോലെ കൊണ്ട് തൂക്കിയിട്ടു. ഹങ് എന്നും പറയാം, ഹാങ്ഡ് എന്നും പറയാം. ഹങ്ങാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഹങ്ങിൻ്റെ അർത്ഥം തൂക്കിയിട്ടു എന്നാണ്. നേരെ മറിച്ച് നമ്മൾ ഹാങ്ഡ് ഉപയോഗിക്കുകയാണെങ്കിൽ, ഹാങ്ഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം തൂക്കി കൊന്നു എന്നാണ്. അപ്പോൾ ഹങ് എന്ന് പറയുമ്പോൾ അർത്ഥം തൂക്കിയിട്ടു, ഹാങ്ഡ് എന്ന് പറയുമ്പോൾ തൂക്കി കൊന്നു.
ഇപ്പോൾ രണ്ടും ഉപയോഗിക്കുമ്പോൾ മാറിപ്പോയത് ഹാങ്ഡ് എന്നും പറയാം, ഹങ് എന്നും പറയാം. ഇവിടെ ഉപയോഗിക്കുന്നത് ഹങ് എന്ന് തന്നെയാണ്. ഈ വൈറ്റ് ഷർട്ടും ബ്ലാക്ക് കോട്ടും അത്ര വെള്ളയല്ലാത്ത ഇത്തി പഴകിപ്പോയ നിറം മങ്ങിപ്പോയ വൈറ്റ് അത്ര വെണ്മയില്ലാത്ത ഈ ബനിയനും കൊണ്ട് തൂക്കിയിട്ടു. ഐ ഓപ്പൺ ദ 2 വിൻഡോസ് ഓഫ് ദ റൂം. റൂമിലെ 2 വാതിലുകളും ഇങ്ങനെ മലർക്കെ തുറന്നു. ഇറ്റ് വാസ് എൻ ഔട്ടർ റൂം വിത്ത് 1 വാൾ ഫേസിങ് ദ ഓപ്പൺ യാർഡ്. അപ്പോൾ ഇത് വീടിനകത്തുള്ള ഒരു റൂമല്ല, നേരെ മറിച്ച് ഒരു ഔട്ടർ റൂമാണ്, പുറത്തുള്ള ഒരു റൂം മാത്രമായിട്ടാണ്, വീടായിട്ടുള്ള റൂം മാത്രമായിട്ടാണ്. അതിങ്ങനെ ഓപ്പൺ യാർഡിലേക്ക് തുറസായ മുറ്റത്തേക്ക് അഭിമുഖീകരിച്ചുകൊണ്ട് ഫേസ് ചെയ്തുകൊണ്ട് ആ റൂം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ വാളിങ്ങനെ ഈ പറയുന്ന തുറസായ മുറ്റത്തെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ആ റൂമിൻ്റെ വാളിങ്ങനെ നിൽക്കുന്നത്. ഇറ്റ് ഹാഡ് എ ടൈൽഡ് റൂഫ് വിത്ത് ലോങ് സപ്പോർട്ടിങ് കേബിൾസ്. ഇറ്റ് ഹാഡ് എ ടൈൽഡ് റൂഫ്. ഈ വീടിൻ്റെ മുകളിലായിട്ട് ഓടുമേഞ്ഞ വീടാണ്. അത് മാത്രമല്ല വിത്ത് ലോങ് സപ്പോർട്ടിങ് ഗ്യാബിൾസ് നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടായിരിക്കും. ഗ്യാബിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചില വീടുകളുടെ അപ്പർ പാർട്ട് ഏറ്റവും മുകളിൽ ആയിട്ട് ഈ ട്രയാങ്കിൾ ഷേപ്പിൽ, ത്രികോണ ഷേപ്പിലൊരു റൂഫുണ്ട് ഏറ്റവും മുകളിലായിട്ട്. സാധാ റൂഫും കഴിഞ്ഞിട്ട് ഈ റൂഫ് ഏറ്റവും മുകളിലുള്ള ഭാഗം കഴിഞ്ഞിട്ട് അതിന് മുകളിലായിട്ടൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ പല വീടുകളുടെയും. അതാണ് ഈ ഗ്യാബിൾസ് എന്ന് പറയുന്നത്. ദാറ്റ് റെസ്റ്റഡ് ഓൺ ദ ബീം ഓവർ ദ വാളിന് മുകളിലുള്ള ഈ പലക പോലുള്ള സംവിധാനത്തിൽ ഈ ട്രയാങ്കിൾ ഷേപ്പിൽ ഗ്യാബിൾസ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ള റൂമാണ്, ഒരു ഔട്ടർ റൂമാണ്. മുകളിലായിട്ട് ഈ ബീം, അതിന് മുകളിലായിട്ട് ട്രയാങ്കിൾ ഷേപ്പിൽ അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗവും കാണാം. ദർ വാസ് നോ സീലിംഗ്. ആ റൂമിന് സീലിംഗ് ഒന്നുമില്ലായിരുന്നു. ദർ വാസ് എ റെഗുലർ ട്രാഫിക് ഓഫ് റാറ്റ് ടു ആൻഡ് ഫ്രം ദ ബീം. അപ്പോൾ ഈ മുകളിലുള്ള ഈ ബീമിലൂടെ തന്നെ റാറ്റുകളുടെ ഒരു ട്രാഫിക് ഉണ്ടായിരുന്നു. ട്രാഫിക് എന്ന് പറഞ്ഞാൽ റാറ്റുകൾ പതിവായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ശബ്ദവും അത് നമുക്ക് കേൾക്കാമായിരുന്നു. ഇതിൻ്റെ മുകളിലായി, വീടിൻ്റെ മുകളിലായിട്ട്, ഈ റൂഫിൻ്റെ ബീമിലായിട്ട് റാറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നത് നമുക്ക് കാണാമായിരുന്നു. എനിക്ക് കാണാമായിരുന്നു. എൻ്റെ റൂം അങ്ങനെയായിരുന്നു. ഐ മെയ്ഡ് മൈ ബെഡ് ആൻഡ് പുൾഡ് ഇറ്റ് ക്ലോസ് ടു ദ വാൾ. അങ്ങനെ രാത്രിയായി, 10 മണിയെ കഴിഞ്ഞ് കുറേ സമയമായി. ഞാൻ എൻ്റെ ബെഡ് ഒരുക്കുകയാണ്. എൻ്റെ ബെഡ് വാളിനോട് ചേർന്ന് വലിച്ചിട്ട് ഞാൻ കിടക്കാൻ വേണ്ടി പോവുകയാണ്. ഐ ലേ ഡൗൺ ബട്ട് ഐ കുഡ്ന്റ് സ്ലീപ്പ്. ഞാൻ കിടന്നു, പക്ഷേ എനിക്ക് എന്ത് ചെയ്തില്ല, ഉറക്കം വന്നില്ല. കിടന്നെങ്കിലും എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഐ ഗോട്ട് അപ്പ് ആൻഡ് വെൻറ്റ് ഔട്ട് ടു ദ വരാന്ത ഫോർ എ ലിറ്റിൽ എയർ. അങ്ങനെ ഉറക്കം വരാത്തത് കൊണ്ട് തന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരാന്തയിലേക്ക് പോയി. വരാന്തയിലേക്ക് പോയതിൻ്റെ ലക്ഷ്യം കുറച്ച് കാറ്റ് കിട്ടുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ വരാന്തയിലേക്ക് പോയത്. പക്ഷേ ബട്ട് ദ വിൻഡ് ഗോഡ് സീം ടു ഹാവ് ടേക്കൻ ടൈം ഓഫ്. പക്ഷേ കാറ്റിൻ്റെ ദേവത പണി അവസാനിപ്പിച്ച് പോയ മട്ടാണ്. വിച്ച് മീൻ കാറ്റ് വീശുന്നില്ല, കാറ്റ് വീശാതിരിക്കുകയാണ്. കാറ്റിൻ്റെ ദേവത സീംഡ് ടു ഹാവ് ടേക്കൻ ടൈം ഓഫ് എന്ന് പറഞ്ഞാൽ ഇടവേള എടുക്കുക അല്ലെങ്കിൽ പണി അവസാനിപ്പിച്ച് പോവുക എന്നൊക്കെയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാറ്റ് വീശുന്നില്ല. കാറ്റ് കിട്ടാൻ വേണ്ടിയാണ് വരാന്തയിലേക്ക് പോയതെങ്കിലും കാറ്റിൻ്റെ ദേവത പണി നിർത്തിയ മട്ടാണ്. കാറ്റ് വീശുന്ന മട്ടില്ല. അപ്പോൾ കാറ്റ് വീശുന്നില്ല, ഇനിയിപ്പോൾ അവിടെ നിന്നൊരു കാര്യമില്ല. സോ ഐ വെൻറ്റ് ബാക്ക് ഇൻ ടു ദ റൂം ആൻഡ് സാറ്റ് ഡൗൺ ഓൺ ദ ചെയർ. അങ്ങനെ തിരിച്ചു വന്നിട്ട് കസേരയിലിരുന്നു. ഐ ഓപ്പൺ ദ ബോക്സ് ബിനീത്ത് ദ ടേബിൾ എന്ന് പറഞ്ഞാൽ അണ്ടർ ദ ടേബിളിൻ്റെ അടിയിലായിട്ടിരുന്ന ഒരു ബോക്സ് അത് പുറത്തെടുത്ത് അതിങ്ങനെ തുറന്നു. ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്. ആ ബോക്സിനകത്തൊരു ബുക്ക് ഉണ്ടായിരുന്നു, അതും ഇങ്ങനെ പുറത്തേക്ക് എടുത്തു. ഏതാണ് ആ ബുക്ക്? ദ മെറ്റീരിയ മെഡിക്ക. അപ്പോൾ മെഡിക്കൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ബുക്കാണ് മെറ്റീരിയ മെഡിക്ക എന്ന് പറയുന്ന ഒരു മെഡിസിനുമായി ബന്ധപ്പെട്ടൊരു ബുക്ക്. അത് തുറന്നു വെച്ചു. ഐ ഓപ്പൺ ഇറ്റ് അറ്റ് ദ ടേബിളിൻ്റെ മുകളിലായി വെച്ച് ഞാനതിങ്ങനെ തുറന്നു. ഓൺ വിച്ച് സ്റ്റുഡ് ദ ലാമ്പ് ആൻഡ് ലാർജ് മിറർ, എ സ്മാൾ കോം ലേ ബിസൈഡ് ദ മിറർ. അപ്പോൾ ഈ ടേബിളിൻ്റെ മുകളിലായിട്ട് എന്തൊക്കെയുണ്ട്? ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ ബുക്ക് തുറന്ന് വെച്ചിരിക്കുകയാണ്. ആ ടേബിളിൽ നോക്കിയാൽ നമുക്ക് കാണാം ലാമ്പ്. നേരത്തെ നമ്മളൊരു ലാമ്പ് കത്തിച്ച് വെച്ചില്ലേ, ആദ്യം ഇദ്ദേഹം ഒരു ലാമ്പ് കത്തിച്ച് വെച്ചായിരുന്നു, ഒരു കെറോസിൻ ലാമ്പ്. ആ ലാമ്പ് അവിടെ ഉണ്ട്. പിന്നെ എ ലാർജ് മിറർ, ഒരു വലിയ കണ്ണാടിയുണ്ട്. ഈ മിററിന്, ഈ കണ്ണാടിക്ക് കഥയിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ആ കണ്ണാടിയും അവിടെ ഉണ്ട്. തീർന്നില്ല. എ സ്മാൾ കോമ്പ്, ഒരു ചെറിയ ചീപ്പ്. ലേ ബിസൈഡ് ദ മിററിന് അടുത്തായി. ബിസൈഡ് ദ മിറർ മീൻ മിററിൻ്റെ അടുത്തായി, നിയർ ദ മിററിന് അടുത്തായി. ബിസൈഡ് എന്ന് പറഞ്ഞാൽ അരികിൽ. നേരെ മറിച്ച് ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൂടാതെ എന്നാണ്. വാക്ക് ഉപയോഗിക്കുമ്പോൾ മാറിപ്പോകരുത്. ബിസൈഡ് എന്ന് പറഞ്ഞാൽ അരികെ, ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ കൂടാതെ, അത് കൂടാതെ എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഈ മിററിൻ്റെ അരികിലായിട്ടൊരു സ്മാൾ കോമ്പും ചെറിയ ചീപ്പും ഒരു കണ്ണാടി, ഒരു വലിയ മിററും പിന്നെ ലാമ്പുമുണ്ട്. ടേബിളിൽ നോക്കി നമുക്കിതൊക്കെ കാണാം. One feels tempted to look into a mirror when it is near.
മനുഷ്യൻ്റെ ചെറിയ ചെറിയ പ്രവൃത്തികളെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു എഴുത്തുകാരനാണ് ബഷീർ. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുകയാണ്, നമ്മളെല്ലാം ചെയ്യുന്നൊരു കാര്യമാണ് പറയുന്നത്. വൺ ഫീൽസ് ടെംപ്റ്റ് ടു ലുക്ക് ഇൻ ടു എ മിറർ വെൻ ഇറ്റ് ഈസ് നിയർ. ഒരു കണ്ണാടി അടുത്തുള്ള സമയത്ത്, ആ കണ്ണാടി അടുത്ത് ഉണ്ടെങ്കിൽ നമ്മളതിൽ നോക്കിപ്പോകും. ടെംപ്റ്റഡ് മീൻ അട്രാക്റ്റഡ് എന്നാണ് അത്. നമ്മളതിൽ ആകർഷിക്കപ്പെട്ടു പോകും. നമ്മളടുത്ത് ആ കണ്ണാടി ഒന്ന് നോക്കിപ്പോകും. സോ ഐ ടുക്ക് എ ലുക്ക് എന്ന് മീൻ ഞാൻ നോക്കി, ഞാനും നോക്കി. കണ്ണാടി എടുത്തിരിക്കുകയാണല്ലോ, അപ്പോൾ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയ കണ്ണാടി എടുത്ത് ഞാനും ഒന്ന് നോക്കി. ഇൻ ദോസ് ഡേയ്സ് ഐ വാസ് എ ഗ്രേറ്റ് അഡ്മയറർ ഓഫ് ബ്യൂട്ടി. ആ സമയങ്ങളിൽ ഞാൻ വലിയ ഒരു ഭയങ്കരമായിട്ടുള്ള സൗന്ദര്യ ആരാധകനായിരുന്നു. ഞാൻ ആ സമയത്ത് യങ്ങാണ്, ചെറിയ പ്രായമാണ്. അപ്പോൾ സ്വാഭാവികമായും സൗന്ദര്യ ആരാധകനായിരിക്കും. ആൻഡ് ഐ ബിലീവ്ഡ് ഇൻ മേക്കിംഗ് മൈസെൽഫ് ലുക്ക് ഹാൻസം. ഞാൻ വിശ്വസിച്ചു, ഞാനും ലുക്ക് ഹാൻസം, ഞാനും നല്ല ഒരു സുന്ദരനായി കാണപ്പെടണം എന്ന് ഞാനും വിചാരിക്കുന്നുണ്ട്. ഐ വാസ് അൺമാരിഡ് ആൻഡ് വാസ് എ ഡോക്ടർ. ഞാൻ ആ സമയത്ത് വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നു. ഞാൻ ഡോക്ടറുമാണ്, അതുമാത്രമല്ല ഞാൻ വിവാഹവും കഴിച്ചിട്ടില്ലായിരുന്നു. ചെറിയ പ്രായത്തിൽ നമുക്ക് സൗന്ദര്യത്തിൽ നല്ല കോൺഷ്യസ് ആയിട്ടുള്ള വ്യക്തികളാണ് നമ്മളെല്ലാം. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, ഞാനും സൗന്ദര്യത്തിൽ കോൺഷ്യസ് ആയിരുന്നു, ഞാൻ ആ സമയത്ത് ഡോക്ടറുമായിരുന്നു, അതുകൂടാതെ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ലാത്ത ഒരാൾ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഏതൊരാളെയും പോലും ഞാനും സൗന്ദര്യത്തിൽ കോൺഷ്യസ് ആയിരുന്നു. ബിക്കോസ് ഐ വാസ് അൺമാരിഡ് ആൻഡ് ആൾസോ എ ഡോക്ടർ ഐ ഫെൽറ്റ് ഐ ഹാഡ് ടു മേക്ക് മൈ പ്രസൻസ് ഫെൽറ്റ്. നമ്മളെല്ലാം ചിന്തിക്കുന്ന പോലെ നമ്മളുടെ ഒരു പ്രസൻസ് മറ്റുള്ളവർ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാനും എൻ്റെ പ്രസൻസ് മറ്റുള്ളവർ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ മറ്റുള്ളവർ ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു ഞാനും. ഐ പിക്ഡ് അപ്പ് ദ കോംബ് ആൻഡ് റാൻ ഇറ്റ് ത്രൂ മൈ ഹെയർ ആൻഡ് അഡ്ജസ്റ്റഡ് ദ പാറ്റിംഗ് സോ ദാറ്റ് ഇറ്റ് ലുക്ക്ഡ് സ്ട്രെയിറ്റ് ആൻഡ് നീറ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ അടുത്തിരുന്ന ആ ചീർപ്പ് ഞാനിങ്ങനെ എടുത്തു. ആൻഡ് റാൻ ഇറ്റ് ത്രൂ മൈ ഹെയർ, എൻ്റെ മുടിയിലൂടെ അതിങ്ങനെ ഓട്ടിച്ചു. ആൻഡ് അഡ്ജസ്റ്റ് ദ പാറ്റിങ്, എൻ്റെ മുടിയെ രണ്ടായി പകുത്ത് വച്ചിരുന്ന ആ ഭാഗത്ത്, എൻ്റെ രണ്ട് ഭാഗത്തേക്കും മുടി പകുത്ത് മാറ്റിയിരുന്ന ആ ഭാഗത്ത് ഞാൻ ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ കോമ്പ് കൊണ്ട് ഞാൻ ആ മുടിയിലൂടെ ഒന്നിങ്ങനെ ഓട്ടിക്കുകയാണ്, തലയിലൂടെ ആ ചീർപ്പിങ്ങനെ ഓട്ടിക്കുകയാണ്. സോ ദാറ്റ് ഇറ്റ് ലുക്ക്ഡ് സ്ട്രെയിറ്റ് ആൻഡ് നീറ്റ്. അങ്ങനെ ചെയ്തപ്പോൾ ആ മുടി നല്ല സ്ട്രെയിറ്റായിട്ട് നല്ല നീറ്റായിട്ട് കാണപ്പെട്ടു. അപ്പോൾ മുടി ഒന്നും എനിക്ക് സൗന്ദര്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് ഐ ഹേർഡ് ദാറ്റ് സൗണ്ട് ഫ്രം എബോവ്. മുകളിൽ നിന്ന് ഞാൻ ആ ശബ്ദം പിന്നെയും കേട്ടു. നേരത്തെ ഒരു ശബ്ദം കേട്ടില്ല, ആ ശബ്ദം പിന്നെയും കേൾക്കുകയാണ്. അപ്പോൾ അത്ര കാര്യമായിട്ട് എടുത്തില്ല ഇപ്പോഴും ആ ഡോക്ടർ. ഐ ടുക്ക് എ ക്ലോസ് ലുക്ക് അറ്റ് മൈ ഫേസ് ഇൻ ദ മിറർ. അപ്പോൾ കണ്ണാടിയിൽ അങ്ങ് നോക്കി അങ്ങ് വീണുപോയി. കണ്ണാടിയിൽ സ്വന്തം സൗന്ദര്യം കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി എങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിക്കാമെന്ന് ആലോചിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഐ ടുക്ക് എ ക്ലോസ് ലുക്ക് അറ്റ് ദ മിറർ ഫേസ് ഇൻ ദ മിറർ. കണ്ണാടിയിൽ എൻ്റെ മുഖം ഇങ്ങനെ ക്ലോസ് ലുക്ക് ചെയ്തു. ഐ മെയ്ഡ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. എന്നിട്ട് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്രദ്ധേയമായൊരു ഡിസിഷൻ എടുത്തു. എന്താണ് ഡിസിഷൻ? ഐ വുഡ് ഷേവ് ഡെയിലി ആൻഡ് ഗ്രോ എ തിൻ മസ്റ്റാഷ് ടു ലുക്ക് മോർ ഹാൻസം. ഇനി എല്ലാ ദിവസവും ഞാൻ ഷേവ് ചെയ്യും, എല്ലാ ദിവസവും ക്ലീൻ ഷേവ് ചെയ്യും. ഞാൻ ചെയ്തിട്ടോ ഐ വുഡ് ഷേവ് ഡെയിലി ആൻഡ് ഗ്രോ എ തിൻ മസ്റ്റാഷ്. അങ്ങനെ ദിവസവും ഷേവ് ചെയ്തിട്ട് ചെറിയ മീശ വരുത്തും. ഞാൻ കണ്ടിന്യൂസ് ആയി ഷേവ് ചെയ്ത് ഒരു ചെറിയ തിൻ മൊസ്റ്റാഷ്, വളരെ തിന്നായിട്ടുള്ള മൊസ്റ്റാഷ് ഞാൻ ഇങ്ങനെ വരുത്തും എൻ്റെ മുഖത്ത്, ടു ലുക്ക് മോർ ഹാൻസം. അങ്ങനെ വരുമ്പോൾ അത് വളരെ ഒന്നും കൂടി സൗന്ദര്യമുള്ളതായി മാറും. കുറച്ചും കൂടി ഭംഗിയുള്ളതാക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഡെയിലി ഷേവ് ചെയ്ത് എൻ്റെ മുഖത്ത് ഇങ്ങനെ മീശ വരുത്തും, തിൻ മൊസ്റ്റാഷ് വരുത്തും. ഐ വാസ് ആഫ്റ്റർ ആൾ എ ബാച്ചിലർ ആൻഡ് എ ഡോക്ടർ. മനസ്സിലിങ്ങനെ പറയുകയായിരുന്നു, ആ സമയത്ത് ഒരു ഡോക്ടറുമായിരുന്നു, അതും കൂടാതെ ഒരു ബാച്ചിലറുമായിരുന്നു. കല്യാണം കഴിക്കാത്തൊരു യുവ ഡോക്ടറായിരുന്നു ആ സമയത്ത്. അപ്പോൾ സ്വാഭാവികമായും ഞാൻ സൗന്ദര്യത്തിൽ ശ്രദ്ധ ചെലുത്തി പോകും. അങ്ങനെ ആ സമയത്ത് അങ്ങനെ സൗന്ദര്യവർദ്ധവനെ പറ്റി ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.